ഓട്ടോ വരണം, കയറണം. ഈ പഴഞ്ചൻ വണ്ടി എവിടെ നിന്ന് കിട്ടിയടോ? എന്തൊരു കുലുക്കവാ. ഇത് എന്നെ 10 വർഷം കരഞ്ഞു കിട്ടിയതാ. 5 വർഷം സുഖമായി ഓടിക്കോളും, ഗ്യാരണ്ടി. തന്നെ എവിടെയും കണ്ടിട്ടില്ലല്ലോ. തന്റെ പേരെന്താ? സുധി, BD സുധി എന്ന് നാട്ടുകാരി വിളിക്കും. ഓ, രക്ഷപ്പെട്ടു. തന്റെ ഗ്യാരണ്ടി ഒക്കെ ഇപ്പൊ തീർന്നേനെ. അത് DFKയുടെ വണ്ടിയായിരുന്നു. ഇതിലും വലിയ വണ്ടികൾ വരാനുണ്ട്. അതിനെ തടയാനുള്ള മോഡിഫിക്കേഷനുകൾ ഞാൻ ഈ വണ്ടിയിൽ വരുന്നതാണ്. മോഡിഫിക്കേഷൻ എന്തൊക്കെയാ വരുത്തുന്നത്? സീറ്റ് കവറിടും, ക്യാമറ വെക്കും, മാലയിടും, ചന്ദനം തൊടും. ഒരേ മോഡിഫിക്കേഷനുകൾ. ആ, ബെസ്റ്റ്. ഓട്ടോ ഓടിക്കുമ്പോഴും കണ്ണ് ബാക്കിലാണല്ലേ? പിറകി നിന്നപ്പോഴാ ഒരു കുത്തു വരുന്നതെന്ന് അറിയത്തില്ല. ഒരു കണ്ണുള്ളത് നല്ലതാ. 5 വർഷം ഓടിക്കാനുള്ളതല്ലേ കുട്ടി. അതെ, കാശ് കിട്ടിയില്ല. കാശോ? വനിതകൾക്ക് സൗജന്യ യാത്ര എന്ന് പറഞ്ഞിട്ട്? അത് രാത്രി മാത്രമേ ഉള്ളൂ. അപ്പൊ ഫുള്ള് ഉടായിപ്പാണല്ലേ? അത് സർവീസ് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ മാഡം. ഇനി എന്തെല്ലാം ബാധ്യതകളിരിക്കുന്നു. ആടെയാണ് സൂര്യ? ഓ, തന്നെ ഹൈക്കമാൻഡ് അദ്ദേഹം. അതെന്റെ കൊച്ചുമോള. നീ എന്നും കാലത്ത് വന്ന് അവളെ കോളേജിൽ കൊണ്ടാക്കണം. കോളേജിലാണോ പഠിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ കൊണ്ടാക്കാൻ മാത്രമല്ല, ഒരു 1000 രൂപ കൂടെ കൊടുത്തേക്കാം. നീ കാശൊന്നും കൊടുത്തില്ലേലും അവൾക്ക് പഠിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുത്താൽ. അത് ഇന്ന് നിയമിച്ചാണ്, ഗ്യാരണ്ടിയാണ്. ഇപ്പോഴത്തെ പിള്ളേർക്കെല്ലാം നല്ല പ്രതികരണ ശേഷിയാ. പക്ഷെ എന്ത് പറയാനാ, ഒന്നും സൂക്ഷിക്കാൻ അറിയില്ല. ഞാൻ ഇന്ന് കോളേജിലേക്കില്ല. എന്തു പറ്റി? SFK പഠിപ്പ് മുടക്ക് തുടങ്ങി. അത് മാത്രമല്ല, എനിക്ക് നല്ല സുഖമില്ല. സുഖമില്ലെങ്കിൽ മുരളിയെ വിളിക്കാം. മുരളിയോ? അതാരാ? പനിക്കും ജലദോഷത്തിനും ബെസ്റ്റാ. ഹലോ മുരളി, എവിടെയാ? അതെ, ഗുരുവായൂര്. അതെ, വല്ലപ്പോഴും ഗുരുവായൂരിൽ നിന്ന് ഇറങ്ങി തിരുവനന്തപുരത്തോട്ടൊക്കെ വരണേ. പനി സീസണാ. അപ്പോ മുരളി വരും കേട്ടോ. ആരാ ഇത്? അതിന്റെ ഫ്രണ്ട് രാഹുൽ. ഒറ്റയ്ക്ക് ഉള്ളതുകൊണ്ട് കൂട്ടിന് വിളിച്ച. രാഹുൽ മുളങ്കാട്ടിൽ. ഒറ്റയ്ക്കിരിക്കുന്ന പെൺകുട്ടികൾക്ക് കൂട്ടിരിക്കാൻ പറ്റിയ വ്യക്തി. ഹായ്. പിന്നെ നാളെ എന്റെ ബർത്ത്ഡേ ആണ്. സുധി വരണം. അയ്യോ, നാളെ ഞാൻ കാണില്ല. നാളെ എനിക്ക് കുറച്ച് മഞ്ഞക്കുറ്റിയും സിൽവർ കുറ്റിയും പുഴുവാനുണ്ട്. അപ്പോൾ ഹാപ്പി അഡ്വാൻസ് ബർത്ത്ഡേ. എന്നാ കുട്ടിക്ക് ഒരു സമ്മാനമുണ്ട്. കുട്ടിയുടെ കളഞ്ഞുപോയ കൊലുസ്. അയ്യോ, ഇതെങ്ങനെയാ ചെറുതായത്? കുട്ടിയുടെ അപ്പൂപ്പന്റെ പെൻഷൻ, പിന്നെ സൗജന്യ യാത്ര, പിന്നെ രാഹുലും കൂടെ വന്ന സ്ഥിതിക്ക് ആശുപത്രി ചെലവും വരാനുണ്ട്. 1 മാസം തട്ടിമുട്ടിയും അത് പണയം വെച്ചാൽ കഴിഞ്ഞു. അപ്പൊ ഇനി അങ്ങോട്ട്? കൊലുസും കമ്മലൊക്കെ ഇനിയും കയ്യിലുണ്ടല്ലോ. അപ്പോൾ ഞാൻ പറവൂർ സ്റ്റാൻഡിൽ കാണും. ഓട്ടോ ഉള്ളപ്പോൾ വിളിച്ചാൽ മതി.